കേരളത്തിലെ കാലവർഷക്കെടുതിയെ ഫലപ്രദമായിട്ട് കൈകാര്യം ചെയ്യുന്നതിൽ ഇപ്പോഴത്തെ സംസ്ഥാന സർക്കാർ അമ്പേ പരാജയപ്പെട്ടു എന്നാണ് നമ്മുടെ എം വി ഗോവിന്ദൻ മാസ്റ്ററുടെ ഇപ്പോഴത്തെ ഒരു പ്രതികരണം എന്ന് പറയുന്നത്. കാണാതായ മത്സ്യത്തൊഴിലാളി ജോണിന്റെ വീട്ടിൽ ചെന്നിട്ട് അദ്ദേഹം നടത്തിയ വൈകാരികത എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പുറത്ത് മാധ്യമങ്ങളെ കണ്ടപ്പോൾ നടത്തിയ ഒരു മാധ്യമങ്ങൾക്ക് കൊടുത്ത ബൈറ്റിനകത്ത് അദ്ദേഹം വെച്ച് കാച്ചുന്നുണ്ട്. സംസ്ഥാന സർക്കാർ പരാജയപ്പെട്ടു, കൃത്യമായിട്ട് ഇതിൽ ഇടപെടുന്നില്ല, അല്ലെങ്കിൽ മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഒക്കെ ഈ വിഷയത്തിൽ ആഘാതത്തോടു കൂടി കാണുന്നു. ഇത്രയും 7-ാം ദിവസമായിട്ടും അദ്ദേഹത്തെ കണ്ടുപിടിച്ചിട്ടില്ല. 8-ാം ദിവസമായി ഇന്ന്. അപ്പോൾ ഇത്രയും ദിവസമായിട്ട് കണ്ടുപിടിച്ചിട്ടില്ല, വലിയ അനാസ്ഥയാണെന്നുള്ള തലത്തിൽ ദേശാഭിമാനി, കൈരളി ഒക്കെ എടുത്തിട്ട് അടിക്കുന്നുണ്ട് ഈ സാധനം. ഇതിൽ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയത് ദേശാഭിമാനിയിലൊക്കെ വന്ന വാർത്തകളിൽ പറയുന്നത് ജോണിന്റെ മകള് തന്നെ ആരോപിച്ചു, സർക്കാർ അനാസ്ഥ കാണിച്ചു എന്ന് ആരോപിച്ചു. അതിന്റെ പേരിൽ ആ കുട്ടിക്ക് സൈബർ അറ്റാക്ക് ഉണ്ടാവുന്നു എന്നാണ് പറയുന്നത്. പക്ഷെ യഥാർത്ഥത്തിൽ സംസ്ഥാന സർക്കാരിന്റെ അനാസ്ഥ അവിടെ എന്താണ് വരുന്നതെന്നും പിന്നെ അവിടത്തെ ഉള്ള കുറച്ച് വിഷ്വൽസ് ഉണ്ട്. അവിടെ എം വി ഗോവിന്ദൻ മാസ്റ്ററും നമ്മുടെ ജയരാജനും വി ജോയി MLA ഒക്കെ കൂടി ചെല്ലുമ്പോൾ ഇത്തരത്തില് മകള് പറഞ്ഞത് മാത്രമല്ല, മറ്റൊരു കുട്ടി കൂടി പറയുന്ന വിഷ്വല് കൂടി പുറത്തു വന്നിട്ടുണ്ട്. അതിലറിയാം അവിടെ നിന്നുകൊണ്ട് ശരിക്കും സംസ്ഥാന സർക്കാരിനെയാണോ പറഞ്ഞത്, മുൻ സർക്കാരിനെയാണോ, അവരുടെ അനാസ്ഥയാണോ പറഞ്ഞതെന്നുള്ളത് ആ വിഷ്വലിലുണ്ട്. ആ വിഷ്വൽ നമുക്കൊന്ന് കണ്ടു നോക്കാം. എന്താണ് ഇത്ര കാലം 2017 ശേഷം 2017 തുടങ്ങിയപ്പോ ഓക്കി വന്നു. ഈ ഓക്കിക്ക് ശേഷവും ഇന്ന് 2026 ആയിട്ടും സെയിം റെസ്ക്യൂ ഓപ്പറേഷൻ ആണ്. അത് അതായത് തെറ്റായ ഒരു റെസ്ക്യൂ ഓപ്പറേഷൻ ആണ്. അത് നമുക്ക് വിജയം കണ്ടെത്താൻ സാധിക്കുന്നില്ല. വീണ്ടും അതേ റെസ്ക്യൂ ഓപ്പറേഷൻ ആണ് ഇതുവരെ നമ്മൾ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്തുകൊണ്ടൊരു അപ്ഡേഷൻ കൊണ്ടുവരുന്നില്ല? ഒരു ലോക്കലൈസ്ഡ് വെതർ സിസ്റ്റം ഇല്ല, 2-way കമ്മ്യൂണിക്കേഷൻ ഇല്ല. SOP എന്താണ്, നിങ്ങളുടെ SOP എന്താണ്, ഈ റെസ്ക്യൂ ഓപ്പറേഷന്റെ SOP എന്താണെന്ന് ചോദിച്ചാൽ അവർക്ക് പറയാനില്ല. ഇതാണ് നമ്മുടെ റെസ്ക്യൂ ഓപ്പറേഷൻ, അല്ലെങ്കിൽ അവർ നമ്മളെ പ്രൊട്ടക്ട് ചെയ്യുന്ന രീതി. ഇവിടെ ദേശാഭിമാനിയും കൈരളിയും ഒക്കെ റിപ്പോർട്ട് ചെയ്തതുപോലെ സംസ്ഥാന സർക്കാരിന്റെ എല്ലാ ചാനലുകളിലും വന്നു, എം വി ഗോവിന്ദൻ മാസ്റ്ററുടെ പ്രതികരണമായിട്ട് വന്നു. അനാസ്ഥ, മുഖ്യമന്ത്രിയുടെ മന്ത്രിമാരുടെയൊക്കെ അനാസ്ഥ, ഫിഷറീസ് വകുപ്പിന്റെ അനാസ്ഥ എന്നൊക്കെ പറഞ്ഞത് വരുന്നുണ്ട്. ആ പെൺകുട്ടി പറയുന്നുമുണ്ട് ഇക്കാര്യങ്ങൾ. പക്ഷെ യഥാർത്ഥത്തിൽ നടന്നത് കൃത്യമായൊരു രക്ഷാപ്രവർത്തന കാര്യങ്ങൾ 2017 മുതലേ ഇവിടെ ഇല്ല. 2017 മുതലേ ഇത്തരം കാര്യങ്ങൾ ഉണ്ടായിട്ട് ഈ 2026 വന്ന് നിൽക്കുമ്പോഴും സെയിം രക്ഷാപ്രവർത്തനങ്ങൾ ഒരു തരി പോലും മേളിലേക്ക് കയറിയിട്ടില്ല എന്ന് ആ കുട്ടി അവിടെ നിന്ന് തന്നെ പറയുന്നുണ്ട്. ഇതൊക്കെ കേട്ടിട്ടും ഗോവിന്ദൻ മാസ്റ്റർ അപ്പം വിഴുങ്ങിയ പോലെ നിൽക്കുന്നത് എനിക്ക് തോന്നുന്നു SOP ഒക്കെ എന്താണെന്നോ മനുഷ്യന് അറിയില്ലാഞ്ഞിട്ടാണോ എന്നറിയില്ല. ഇവിടുത്തെ ശരിക്കും SOP എന്താണ്, അല്ലെങ്കിൽ എങ്ങനെയാണ് ഇതിന്റെ കാര്യങ്ങൾ നടത്തേണ്ടത്. 2 മാസം മുന്നേ മാത്രം അധികാരത്തിൽ വന്നൊരു സർക്കാരിന്റെ പിടിപ്പുകേട് എന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ 10 കൊല്ലം ഭരിച്ചിട്ട് ഇതിനൊന്നുമുള്ള യാതൊരു ഇതുണ്ടാക്കാൻ പറ്റാണ്ട് ഈ ഒരു ദുരന്ത സ്ഥലത്ത് ചെന്നിട്ട് രാഷ്ട്രീയം മുതലെടുപ്പ് നടത്തുകയാണ് ശരിക്കും ചെയ്യുന്നത്. ഇത് ഞാൻ കാണുന്നത് എന്താ അറിയോ, ഐശ്വര്യ പറയുന്നത് ശരിയായിരിക്കാം. പക്ഷേ ഇന്നലെ കൊല്ലം നീണ്ടകരയിലും ഇതേപോലെ വലിയ വിവാദം ഉണ്ടായി. കടലിൽ പോയിട്ട് കൃത്യമായിട്ടുള്ള സംസ്ഥാന സർക്കാർ ഇടപെടില്ല. ആ വീട്ടമ്മ തന്നെ പറയുന്നുണ്ട്, കുത്തിയിരുന്ന് സമരം വരെ അവർ ചെയ്യുന്നുണ്ട്. അപ്പം അവർ ഈ പറഞ്ഞ പോലെ എന്താ പറയുക, ഗവൺമെൻറ് കൃത്യമായിട്ട് ഇടപെട്ടില്ല. അതുകൂടാണ്ട് പല ഈ പറഞ്ഞ പോലെ ആൾക്കാരെ മാറ്റിപ്പാർപ്പിച്ച സ്ഥലങ്ങളിലും ഭക്ഷണം കൃത്യമായിട്ട് കൊടുക്കുന്നില്ല. ഇങ്ങനെ പല ആരോപണം ഗവൺമെൻറ്റിനെതിരെ വരുന്നുണ്ട്. അതൊരു പരിധി വരെ ശരിയാണ്. കാരണം എൻ്റെ ഒരു കൂട്ടുകാരനെ ഞാൻ വിളിച്ചപ്പോൾ അവനും പറഞ്ഞത് ഇങ്ങനെ ഉണ്ടായിട്ടുണ്ട്, ഭക്ഷണം കിട്ടുന്നില്ല എന്നുള്ളത്. ഭക്ഷണം അതായത് കൃത്യമായിട്ട് ഗവൺമെൻറ് ഫെസിലിറ്റീസ് എത്തിച്ചിട്ടില്ല എന്നുള്ള കാര്യം സത്യമാണത്. അത് ഇവർ പറഞ്ഞതിനോട് ഞാൻ യോജിക്കുന്നു. കാരണം മീൻസ് എനിക്ക് നേരിട്ട് അറിയാം, രാഷ്ട്രീയപരമായിട്ട് ഇതിനെ കാണുന്നതിനപ്പുറം ഉള്ളത് പോലെ തന്നെ പറയണം. ഗവൺമെൻറ് ഭാഗത്ത് വീഴ്ച പറ്റിയിട്ടുണ്ട്. കാരണം ഒന്ന് ഗവൺമെൻറ് ഇപ്പോൾ വന്നേ ഉള്ളൂ. അവർക്കൊരു കൂളിംഗ് ടൈം കിട്ടുന്നതിന് മുമ്പേ അവരെ മുമ്പിലോട്ട് ഡിസാസ്റ്റർ വന്നു. ഒരു സെറ്റായി വരുന്നേ ഉള്ളൂ ആ സാധനം. കാരണം ഈ ഡിസാസ്റ്ററിൻ്റെ നേതാവ്, ചെയർമാൻ എന്ന് പറയുന്നത് മുഖ്യമന്ത്രി തന്നെയാണ്. അപ്പോൾ അവർ വന്ന് കൂൾ ഓഫ് ടൈം കിട്ടുന്നതിൻ്റെ അപ്പുറത്തേക്ക് പെട്ടെന്ന് ഈ സാധനം എടുത്തി വന്ന പോലെ വീണത്. അപ്പോൾ അവരുടെ ഭാഗത്ത് വീഴ്ച ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അതിന് ഓവർകം ചെയ്തിട്ടുണ്ട് അവർ. അത് അറിഞ്ഞതിന് ശേഷം തന്നെ അവിടെ വേണ്ട എല്ലാ സാധനങ്ങളും പിന്നീട് മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞ് ഇങ്ങനെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇനി പൈസ നോക്കാണ്ട് എന്ത് സാധനം വേണമെങ്കിലും അവിടെ എത്തിക്കും. പൈസ ഒരു മാറ്ററേ അല്ല. അവിടെ എന്ത് സാധനം വേണമെങ്കിലും അതിൻ്റെ ഉത്തരവാദിത്തം ജില്ലാ കളക്ടർ ഏൽപ്പിച്ചിട്ടുണ്ട്. പൈസ നോക്കണ്ട എന്നുള്ള കാര്യം മുഖ്യമന്ത്രിനെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ സംഭവം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് കൃത്യമാണ്. വിട്ടുവീഴ്ച അല്ലെങ്കിൽ അവിടെ ഭാഗത്ത് തെറ്റ് പറ്റിയിട്ടുണ്ട്. അത് മുഖ്യമന്ത്രി ചെയ്തു എന്നുള്ള രീതിയിലല്ല ഞാൻ പറയുന്നത്. പക്ഷെ അവിടെ ആ സാധനം സെറ്റപ്പ് വരുന്നേ ഉള്ളൂ അവിടെ.
അല്ല, ഇപ്പൊ ഫവാസ് പറഞ്ഞ പോലെ ഒരു കൂളിംഗ് ടൈം അല്ലെങ്കിൽ പോലും ഒരു അപകടം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത് മുന്നറിയിപ്പ് തന്നിട്ടായിരിക്കില്ല. അല്ല പെട്ടെന്നൊരു അതുകൊണ്ടാണ് ഡിസാസ്റ്റർ സംഭവം എന്ന് പറയുന്നത്. ഉണ്ടാകുമ്പോൾ ഒരു കാര്യം ഉണ്ടാവും, മരണമാണെങ്കിലും എന്താണെങ്കിലും പെട്ടെന്നുണ്ടാകുമ്പോൾ പെട്ടെന്നൊരു പകയ്ക്കലുണ്ടാവും. പക്ഷെ ആ ഒരു രാത്രിയുടെ 24 ഹവേഴ്സിനുള്ളിൽ തന്നെ എല്ലാ കാര്യങ്ങളും അവർ കൺട്രോളിൽ വരുത്തിയിട്ടുണ്ട്. എനിക്കിതൊരിക്കലും ഭരണ വീഴ്ചയായിട്ട് തോന്നുന്നില്ല. അവർ ഏറ്റവും നല്ല രീതിയിലാണ് ഇത് കൈകാര്യം ചെയ്തതായിട്ട് തോന്നുന്നത്. ഇപ്പോൾ എന്തെങ്കിലുമൊക്കെ ചെറിയ കുറവുകൾ വരുമ്പോൾ അത് ശ്രദ്ധയിൽ പെട്ടിട്ടും തള്ളിക്കളയുകയല്ല ചെയ്തിട്ടുള്ളത്. ഇപ്പൊ ഭക്ഷണം കിട്ടിയില്ല എന്ന് പറയുന്ന ഒരവസ്ഥ എവിടേക്കോ മാധ്യമങ്ങളിൽ വരുന്നുണ്ട് എന്ന് പറയുന്നു. ഇപ്പൊ ഫവാസിന് നേരിട്ട് അറിയാം എന്ന് പറഞ്ഞ കാര്യമാകുമ്പോൾ നമുക്കത് മാധ്യമ സൃഷ്ടി എന്ന് ഞാൻ പറയുന്നില്ല. അത്തരത്തില് മാത്രമല്ല ഇപ്പൊ ഞാൻ പറയുന്നത് അവോയ്ഡ് ചെയ്ത് വി ഡി സതീശന്റെ വാർത്താ സമ്മേളനം നോക്കിയാൽ തന്നെ സതീശൻ പറയുന്നുണ്ട് ആ സാധനം അങ്ങനെ പരാതി കേട്ടിട്ടുണ്ട്, അതിന് ഇനി പൈസ ഒരു തടസ്സമാവില്ല, അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്തം കളക്ടർക്ക് കൊടുക്കുന്നു, പൈസ ഇനി നിങ്ങൾ നോക്കിയേ വേണ്ട, അവർക്ക് വേണ്ട എല്ലാ സാധനങ്ങളോട് ചെയ്തു കൊടുക്കണം, ഒരു കുറവും ഒന്നിനും ഉണ്ടാവാൻ പാടില്ല എന്നുള്ളത്. മേ ബി സതീശന് അറിഞ്ഞിട്ടുണ്ടായിരിക്കില്ല, പിന്നീടായിരിക്കും ഇത് അറിഞ്ഞിട്ടുണ്ടാവുന്നത്. അദ്ദേഹം മുഖ്യമന്ത്രി എന്നുള്ള എല്ലായിടത്തും ഇതിന് കണ്ണെത്തിക്കൊള്ളുന്നില്ല. അപ്പം ആ ഒരു സാധനം. രണ്ടാമത്തെ കാര്യം, ഒന്നും ചെയ്തിട്ടില്ല എന്നുള്ള കാര്യത്തോട് ഞാൻ യോജിക്കുന്നില്ല. കാരണം കഴിഞ്ഞ സർക്കാർ വന്നപ്പം ഈ പറഞ്ഞ പോലെ മറൈൻ ആംബുലൻസുകൾ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിൽ പ്രതീക്ഷ, പ്രത്യാശ, കാരുണ്യ, ഇങ്ങനെ 3 മറൈൻ ആംബുലൻസുകൾ കൊടുത്തിട്ടുണ്ട്. മാത്രമല്ല നാവിക്കിൻ്റെ ഉപകരണങ്ങൾ, കടലിൽ പോകുന്ന മത്സ്യത്തൊഴിലാളികൾക്ക് കാലാവസ്ഥാ മുന്നറിയിപ്പ് കൃത്യമായി കിട്ടുന്നതിന് വേണ്ടി നാവിക്കിൻ്റെ ISROയുടെ നേവിക്കിന് സാധനം കൊടുത്തിട്ടുണ്ട്. പിന്നെ എന്തുകൊണ്ട് ഈ സാധനം കിട്ടിയില്ല എന്നുള്ള സാധനം വരുന്നുണ്ട്. അവിടെ ISROയുടെ പ്രശ്നം വരുന്നുണ്ട്. കാരണം ISROയുടെ നാവിക്, നമ്മളിപ്പോൾ GPS, ഞാൻ വെച്ചിട്ട് ഉപയോഗിക്കുന്ന GPS അമേരിക്കയുടെ സാറ്റലൈറ്റ് സിസ്റ്റമാണ്. ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്നത് നാവിക്കിൻ്റെയാണ്. നാവിക്കിൻ്റെ 3 ഉപഗ്രഹങ്ങളിൽ ഒരു ഉപഗ്രഹം കേടാണ്, നിലവിൽ വർക്കിംഗ് അല്ല. അത് ഇതേവരെ ഇവിടുന്ന് വിട്ടിട്ടില്ല. അതുകൊണ്ട് വിക്ഷേപണത്തിൽ കഴിഞ്ഞിട്ടില്ല. ISRO ഇപ്പോഴും ISROയിൽ കുറച്ച് ചാരപ്രവൃത്തി എന്നുള്ള കേസൊക്കെ ബന്ധപ്പെട്ട ആ സാധനം ഇവിടെ നിക്ഷേപിച്ചിട്ടില്ല, അതവിടെ കിടക്കുന്നുണ്ട്. അപ്പോൾ ഇതിന് ISROയിലെ വിഷയത്തിന് സംസ്ഥാന സർക്കാർ എന്ത് ചെയ്യാൻ പറ്റുന്നുള്ള സാധനമുണ്ട്. കാരണം ഇതിപ്പോൾ ഫണ്ടമെന്റൽ സാധനം വർക്കിംഗ് ആണോ ചോദിച്ചാണ്, പക്ഷെ പൂർണ്ണ തോതിൽ ആ സാധനം വർക്കിംഗ് അല്ല നാവിക്കിൻ്റെ സിസ്റ്റങ്ങൾ. അപ്പം അതിന് ഈ പറഞ്ഞ പോലെ സംസ്ഥാന സർക്കാരിനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. മൂന്നാമത്തെ, തീരദേശ കോസ്റ്റിൽ ഈ പറഞ്ഞ പോലെ തീരദേശ പോസ്റ്റിൻ്റെ അടിസ്ഥാനത്തിൽ ഓരോ കോസ്റ്റിലും കൃത്യമായിട്ടുള്ള പോലീസ് സമ്പ്രദായം സംസ്ഥാന സർക്കാർ കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ ഇതൊന്നും കൂടാത്തതിന് പല കാര്യങ്ങൾ, ഇപ്പം ഡിസാസ്റ്റർ മുമ്പുണ്ടായിരുന്ന സമയത്ത് പോലും ഓക്സിജൻ വിഷയം വന്നപ്പോൾ കോവിഡ് കാലത്തൊക്കെ തൊട്ടപ്പുറത്ത് കിടന്ന തമിഴ്നാടിനും കർണാടകക്കും വരെ ഓക്സിജൻ ഇവിടെ ഉൽപ്പാദിപ്പിച്ചുകൊണ്ട് നമ്മൾ കയറ്റുമതി ചെയ്തിട്ടുണ്ട്. മാത്രമല്ല മരണത്തിൻ്റെ നിയന്ത്രണം ബാക്കി സംസ്ഥാനങ്ങൾ, അത് ഞാൻ പൂർണ്ണമായിട്ട് ഞാൻ അംഗീകരിക്കുന്നില്ല കേട്ടോ. കാരണം അത് സംസ്ഥാന സർക്കാർ കുറേയൊക്കെ കള്ളക്കളി കളിച്ചിട്ടുണ്ട്. കാരണം കോവിഡ് കഴിഞ്ഞതിന് ശേഷമാണ് ലിസ്റ്റ് വന്നത്. അതിലേറെ അവർ കൊടുത്ത ലിസ്റ്റിനേക്കാൾ എത്രയോ 3-4 ഇരട്ടി മരണം ഇവിടെ സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളത്. അതിലവർ കുറേയൊക്കെ പൂഴ്ത്തിവെപ്പ് നടത്തിയിട്ടുണ്ട്, ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല. പിന്നെ എന്താ പറയുക, അങ്ങനെ പല കാര്യങ്ങൾ അവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിന് എല്ലാ കാര്യത്തോടും അവർ പറയുന്നുണ്ടാവുമായിരിക്കും, SOP ബന്ധപ്പെട്ട കാര്യങ്ങളും. പക്ഷെ അതിൻ്റെ എല്ലാം പരിമിതികൾ, ഒരു സംസ്ഥാന സർക്കാർ എന്തൊക്കെ പരിമിതി ഉണ്ട് എന്നുള്ള സാധനങ്ങൾ അവിടെ ബാധകമാണ്. അപ്പം ഈ കാര്യങ്ങൾ, പിന്നെ ഈ ഐശ്വര്യക്കാൻ അറിയില്ല കോസ്റ്റിൽ നമുക്കൊരു ഇത്ര ബോർഡ് കഴിഞ്ഞാൽ പിന്നെ അവിടെ സംസ്ഥാന സർക്കാരൊന്നും ചെയ്യാൻ പറ്റില്ല. ബാക്കി അങ്ങോട്ട് നേവിയാണ്. കാരണം ഓഷ്യൻ എന്നുള്ള സാധനം കഴിഞ്ഞ് പിന്നെ അങ്ങോട്ട് വലിയ സാധനമാണ് കിടക്കുന്നത്. അപ്പോൾ ഇന്റർനാഷണൽ ബോർഡറാണ് അവിടെ കിടക്കുന്നത്, എല്ലാ രാജ്യങ്ങളും പോകും. അപ്പം പിന്നീട് നമ്മൾ അതിർത്തി കടന്നു കഴിഞ്ഞാൽ പല പ്രശ്നങ്ങളും വരാറുണ്ട്. പല മത്സ്യത്തൊഴിലാളി ബോട്ടുകൾ പോലും കേരളത്തിൽ നിന്ന് പോയിട്ട് ശ്രീലങ്കയിലെ അതിർത്തിയിലോട്ട് പോയിട്ട് അവരെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ നേവി ഇടപെടാറുണ്ട്. അപ്പം അവർ എവിടെയാണ്, ഉൾക്കടലിലാണോ എവിടെയാണോ എന്നുള്ള സാധനമുണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ നേവിക്കിൻ്റെ പ്രശ്നമുണ്ട്. അപ്പോൾ പലതരത്തിലുള്ള പ്രശ്നങ്ങളുണ്ട്. അവർ പറയുന്നതിനോട് അവർ ശരിയാണ്, അവരുടെ അച്ഛന് പോകുമ്പോൾ അവരെ വൈകാരികമായി പറയും. പക്ഷെ അതിലുപരി അവരെ ആശ്വസിപ്പിക്കാൻ അല്ലെങ്കിൽ അവരെ കേൾക്കാൻ വേണ്ടി പോയവരെ നമ്മൾ അത് എന്താ പറയുക ദുരുപയോഗം ചെയ്യാണ്. അല്ലെങ്കിൽ എന്താ പറയുക ഇത്തരത്തിലുള്ള ഡിസാസ്റ്റർ സ്ഥലത്ത് പോയിങ്ങാണ്ട് എന്താ പറയുക അവിടെ നാടകം കളിക്കുകയാണെന്നുള്ള കാര്യത്തിലോട് പൂർണ്ണമായിട്ടും എനിക്ക് യോജിപ്പില്ല. അത് തന്നെയാണ് നമ്മൾ പറയുന്നത്. ഒരു ദുരന്തം ഉണ്ടാവുന്ന സ്ഥലത്ത് ചെല്ലുന്നതും കാണുന്നതും ആശ്വസിപ്പിക്കുന്നതും ഒക്കെ ഓക്കെയാണ്. അവർക്ക് പറയാനുള്ളത് നമ്മൾ കേൾക്കാം. പക്ഷെ പുറത്തിറങ്ങി കഴിഞ്ഞിട്ട് മറ്റു തരത്തിലത് പറയുന്നത്, അകത്ത് തന്നെ അവർ പറയുന്നത് ഒരു സർക്കാരിനെ കുറ്റപ്പെടുത്തി മാത്രമല്ല അതിനകത്ത് പറയുന്നത്, വിഷ്വലിൽ കൃത്യമായിട്ടും പറയുന്നുണ്ട്. അവരിപ്പോൾ ഈ സർക്കാരിനെ ആണെങ്കിൽ ഫിഷറീസ് ഇടപെട്ടില്ല അല്ലെങ്കിൽ അധികൃതർ ഇടപെട്ടില്ല എന്ന് പറയുന്നതിനൊപ്പം തന്നെ അന്ന് മുതലേ വർഷങ്ങളായിട്ടേ ഒന്നും ചെയ്തിട്ടില്ല എന്ന് കൂടി അവർ പറയുന്നുണ്ട്. ഇതെല്ലാം കേട്ടിട്ട് പുറത്തിറങ്ങിയിട്ട് മന്ത്രിമാരും മുഖ്യമന്ത്രിയും ഒക്കെ പകച്ചു നിൽക്കുകയാണ്, അല്ലെങ്കിൽ അവർക്കെതിരെ പറഞ്ഞു, മോൾക്കെതിരെ സൈബർ അറ്റാക്ക് നടക്കുന്നു, അത്തരത്തിലൊക്കെ രാഷ്ട്രീയമായിട്ട് അതിൽ പറയുന്നത് ഈ പറഞ്ഞ പോലെ കഴിഞ്ഞ സർക്കാർ ഒന്നും ചെയ്യുന്നില്ല എന്ന് പറയുമ്പോൾ മീൻസ് ശരിയാമായിരിക്കാം, അവർ കൃത്യമായിട്ടൊന്നും ചെയ്തിട്ടില്ല എന്നുള്ളത്. പക്ഷെ അന്ന് കൃത്യമായിട്ട് സിസ്റ്റമാറ്റിക്കൽ സാധനം ഉണ്ടായിരുന്നു. പക്ഷെ കാലത്തിന് സാധനം അപ്ഡേറ്റ് ചെയ്തിട്ടില്ല, അതെന്തുകൊണ്ട് ചെയ്തില്ല എന്നുള്ള യുവാവ് ചോദിക്കുന്നത്. അത് ഈ 2 മാസം കൊണ്ടല്ല വരേണ്ടത്, 10 വർഷം കൊണ്ട് അപ്ഡേഷൻ ടൈമിംഗ് ഉണ്ടായിരുന്നു. ഈ 10 വർഷം കൊണ്ട് അത് ചെയ്തില്ല എന്നാണ് ആ ആൺകുട്ടി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അവിടെ ആ ഒരു കാര്യത്തെ മറച്ചു വെച്ചുകൊണ്ട് ഇപ്പുറത്ത് പുറത്തിറങ്ങിയിട്ട് മോള് തന്നെ പറയുന്നു സംസ്ഥാന സർക്കാർ തിരിഞ്ഞു നോക്കിയില്ല എന്ന് പറയുന്നു എന്നുള്ള തരത്തില് മാധ്യമങ്ങൾക്ക് ബൈറ്റ് കൊടുക്കുന്നത് ശരിക്കും ശുദ്ധമായിട്ടുള്ള പോക്രിത്തരാണ് കാണിക്കുന്നത്. മോൾ അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? മോൾ അങ്ങനെ പറഞ്ഞിട്ടില്ല. പക്ഷെ MV ഗോവിന്ദൻ മാസ്റ്റർ പുറത്ത് വന്നിട്ട് പറയുന്നുണ്ട്. ഞാൻ കണ്ടിട്ടില്ല. അത്തരത്തില് അദ്ദേഹം പുറത്ത് വന്ന് പറയുകയാണ്. പിന്നെ ഒരുപാട് കാര്യങ്ങൾ, ഇങ്ങനെ മുഖ്യമന്ത്രി ഭക്ഷണം കഴിച്ചതിന്റെ കാര്യങ്ങളൊക്കെ അദ്ദേഹം പറയുന്നത്. ഇതിലൊക്കെ ഇവിടെയൊക്കെ രാഷ്ട്രീയം പറയേണ്ടതിന്റെ ആവശ്യം എന്താണെന്നുള്ളത് മനസ്സിലാവാത്തത്. ഈ ഒരു സമയത്ത് ഇപ്പൊ നമ്മൾ കണ്ടിട്ടുണ്ട്, നേരത്തെ പ്രളയം വന്ന സമയത്ത് പ്രതിപക്ഷത്തിരുന്ന
ആളുകളും കൂടെ ഏത് രീതിയിലാണ് സംസ്ഥാന സർക്കാരിനോട് യോജിച്ചു നിന്നതെന്നുള്ളത്. ആ സമയങ്ങളിലൊക്കെ പിരിവിന്റെ കാര്യങ്ങൾക്കാണെങ്കിലും എല്ലാ കാര്യങ്ങൾക്കും പ്രതിപക്ഷം അന്നത്തെ ഭരണപക്ഷത്തിന്റെ ഒപ്പം തന്നെ നിന്നിട്ടുണ്ട്. എല്ലാ പിരിവുകൾക്കും കാര്യങ്ങൾക്കും എല്ലാ കാര്യങ്ങളും ചെയ്യാനായിട്ട് സംസ്ഥാന സർക്കാരിനൊപ്പം എന്നവർ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇപ്രാവശ്യം അതല്ല ചെയ്യുന്നത്. ആ സമയത്തും MLA-മാരായിരുന്നവരെല്ലാവരും സംസ്ഥാന സർക്കാരിനൊപ്പം എല്ലാ കോൺട്രിബ്യൂഷൻസിലും കൂടെ ഉണ്ടായിരുന്നു. ഇതിൽ മറ്റൊരു വശം എന്താ വെച്ചാൽ ഇങ്ങനത്തെ സാധനങ്ങൾ രണ്ട് പാർട്ടിക്കാരും പൊളിറ്റിക്കലി കോൺട്രിബ്യൂട്ട് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നു. ഒരൊറ്റ ഉദാഹരണം ഞാൻ പറഞ്ഞത് 2018 പ്രളയം ഉണ്ടായി കഴിഞ്ഞപ്പോൾ തൊട്ടപ്പുറത്ത് 2019 ലോക്സഭ ഇലക്ഷൻ ഇന്ത്യ നേരിടാൻ പോവുകയാണ്, കേരളം നേരിടാൻ പോവുക. അന്ന് 19 സീറ്റ് UDF ജയിച്ചു. അന്ന് വലിയ തരത്തിലുള്ള വിവാദങ്ങൾ രമേശ് ചെന്നിത്തലയ്ക്കെതിരെയൊക്കെ ഉണ്ടായിരുന്നത്. അന്നും അതിന് മുമ്പൊക്കെ സംസ്ഥാന സർക്കാർ ലാസ്റ്റ് വെച്ചിങ്ങാണ്ട് അരി ഫ്രീ ആയിട്ട് കൊടുത്തുമായിരുന്നു, മീൻസ് ബാക്കിയുള്ളതൊക്കെ കൊടുത്തു. അപ്പോൾ ഇവർ പറഞ്ഞത് വോട്ട് കിട്ടാൻ വേണ്ടി കൊടുക്കുകയാണ് എന്നുള്ള രീതിയിൽ. അത് ഈ പറഞ്ഞ പോലെ ചെന്നിത്തലയാണ് ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ ഉന്നയിച്ചത്. അപ്പോൾ അത്തരത്തിലുള്ള സന്ദർഭം കടക്കുമ്പം അത് എന്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള സാധനം പറഞ്ഞില്ല. അപ്പോൾ പൊളിറ്റിക്കലി ഇവരെല്ലാവരും ചെയ്യുന്നുണ്ട്. ബട്ട് എവിടെ ഇതിന് സന്ദർഭം ഈ രാഷ്ട്രീയ നേതാക്കന്മാർക്ക് ഇത് എവിടെ ഉപയോഗിക്കണം, എപ്പോൾ ഉപയോഗിക്കണം, ഏത് സ്ഥലത്ത് ഉപയോഗിക്കണം, അവരുടെ പക്വത കുറവ് നന്നായിട്ട് അവർക്കുണ്ട്. ഉറപ്പായിട്ടും ഇത്രയും പക്വതയുള്ള ഇത്രയും ഏജ്ഡ് ആയിട്ടുള്ള ആൾക്കാർ ഇങ്ങനെ വന്ന് നിന്ന് പറയുന്നത് കാണുന്നതാണ് സങ്കടം. ഇതിപ്പോ ഏത് പാർട്ടിയാണെങ്കിലും ഇരു പാർട്ടികളാണെങ്കിലും നമ്മൾ എതിരാണ് അതിന്. ഈ ഒരു ദുരന്തമുഖത്ത് ഒരുമിച്ച് നിൽക്കുകയാണ് വേണ്ടത്. പക്ഷെ UDF സർക്കാർ അല്ലെങ്കിൽ പ്രതിപക്ഷത്തിരുന്ന സമയത്ത് അവർ കുറച്ചും കൂടി പക്വതയോടെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. ആ സമയത്തല്ല രമേശ് ചെന്നിത്തലയാണെങ്കിൽ പോലും ഇത്തരത്തിലൊരു ആരോപണം ഉന്നയിച്ചിട്ടുള്ളത്. അവർ ഇതൊക്കെ ഒന്ന് ഒതുങ്ങി കഴിഞ്ഞിട്ടാണ്. ഇപ്പോഴാണെങ്കിൽ പോലും ആ സമയത്ത് ഉണ്ടായിട്ടുള്ള 2018 പ്രളയം ഉണ്ടാവുന്ന സമയത്ത് പ്രളയത്തിന് ശേഷം അവർ മെയിൻ്റനൻസ് ഒക്കെ കഴിഞ്ഞ് വന്നപ്പോഴാണ് അവർക്കുള്ള ബില്ല് തുക അനുവദിച്ചു കൊടുക്കുന്നത് പോലും. ഇപ്പോൾ അപ്പം തന്നെ, അതായത് വെള്ളം കയറി ആളുകളെ മാറ്റി അടുത്ത ദിവസം തിരിച്ചവരെ വീട്ടിലേക്ക് ചെല്ലുമ്പോൾ തന്നെ 10,000 രൂപ ക്ലീനിങ്ങിന് വേണ്ടിയിട്ട് അപ്പം തന്നെ അനുവദിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അത്രയും ഫാസ്റ്റ് ആയിട്ടാണ് നടപടികൾ ചെയ്യുന്നത്. മുഖ്യമന്ത്രി അപ്പം തന്നെ പറയുകയാണ് വീട് ക്ലീൻ ചെയ്യാനുള്ള 10,000 രൂപ, എല്ലാ കാര്യങ്ങളും വൃത്തിയാക്കാനും കാര്യങ്ങൾക്കുമായിട്ടുള്ള 10,000 രൂപ അപ്പം തന്നെ അനുവദിച്ച് കയ്യിൽ കൊടുക്കുകയാണ്. നമ്മളിപ്പോൾ റീഇംബേഴ്സ്മെന്റ് പോളിസി പോലെയാണ് കഴിഞ്ഞ തവണയൊക്കെ കിട്ടിക്കൊണ്ടിരുന്നത്. ഇപ്പം എങ്ങനെയാണെങ്കിലും നമുക്കത് ആ സമയത്ത് കരകയറുക എന്നുള്ളത് തന്നെയാണ് നമ്മുടെ ആവശ്യം. പക്ഷെ ഇപ്പോൾ ഒരു അത്യാഹിതം സംഭവിക്കുമ്പോൾ ഇപ്പോൾ സർജറി നടത്തണം, ഇപ്പോഴാണ് അതിന്റെ പണം വേണ്ടത്, ഇപ്പം നിങ്ങൾ പണം കൊടുക്കൂ, എല്ലാം കഴിഞ്ഞിട്ട് സർട്ടിഫിക്കറ്റ് എല്ലാം ഓക്കെ ആക്കി കഴിയുമ്പോൾ റീഇംബേഴ്സ്മെന്റ് തരാമെന്ന് പറയുന്ന രീതിയായിരുന്നു. ഇതിലിപ്പം എനിക്ക് വിയോജിപ്പ് എന്ന് പറയുന്ന സാധനം ഈ പറഞ്ഞ പോലെ മുഖ്യമന്ത്രിയുടെ ഭക്ഷണം കഴിക്കലും അല്ലെങ്കിൽ ട്രാവൽ അതൊന്നും ഇവിടെ പറയേണ്ട സന്ദർഭമല്ല. അതാണ് MV ഗോവിന്ദൻ. വീഡിയോ ഞാൻ കണ്ടിട്ടില്ല. ബട്ട് ഇവൻ എന്തോ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സന്ദർഭത്തിനനുസരിച്ചിട്ടുള്ള ഒരു പ്രയോഗമല്ല അദ്ദേഹം നടത്തിയത് എന്നുള്ള കാര്യത്തോട് എനിക്ക് യാതൊരുവിധ സംശയമില്ല. MV ഗോവിന്ദൻ തന്നെ പറയുന്നുണ്ട്, ചങ്ങനാശ്ശേരിയിലെ ഒരു LP സ്കൂളിൽ 2:30 ഭക്ഷണം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ആദ്യത്തെ ദിവസമായിരുന്നു. ചിലപ്പോൾ ഒരു പക്ഷെ അത് സത്യമാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ആ ഒരു പ്രളയത്തിൽ വിറങ്ങലിച്ച് നിൽക്കുന്ന ആളുകൾ ആ സമയത്ത് ഒരു പക്ഷെ അങ്ങനെ ഒരു വീഴ്ചർക്ക് വന്നിട്ടുണ്ടാവാം. പക്ഷെ ഇപ്പുറത്തെ ഗോവിന്ദൻ അതിൻ്റെ ഒപ്പം തന്നെ കണ്ണീരോടുകൂടി പറയുന്ന കാര്യം 3 മണിക്ക് VD സതീശൻ ഭക്ഷണം കഴിച്ചത് അദ്ദേഹം വലിയ സംഭവമായിട്ട് 3 മണിക്കൂർ ഞാൻ വൈകി എന്നുള്ളത് വലിയ സംഭവമായിട്ട് മാധ്യമങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിച്ചു. പക്ഷെ അവിടെ ഇത്രയും ജനങ്ങൾ പട്ടിണി കിടന്നു എന്ന്. ഈ പട്ടിണി കിടക്കുന്ന കാണുമ്പോൾ സാധാരണ എന്താ ചെയ്യുന്നത്? ഈ മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന് പറയുകയാണോ ചെയ്യുന്നത്? ആ പട്ടിണി കിടക്കുന്നവർക്ക് എന്തെങ്കിലും എത്തിച്ചു കൊടുക്കുകയാണോ ചെയ്യേണ്ടത്? അവരോട് പട്ടിണി കൊടുക്കുന്നതിന്റെ വിഷ്വൽ എടുത്ത് പുറത്ത് വിട്ടുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് ഇവിടെ വന്നിട്ട് മാധ്യമങ്ങളോട് പറയണം അവരിപ്പോഴും കഴിച്ചിട്ടില്ല, സ്റ്റിൽ അവരവിടെ കഴിക്കാണ്ടിരിക്കുകയാണ്. ഞാൻ ഇവിടെ വന്ന് മാധ്യമങ്ങളോട് പറഞ്ഞിട്ടുണ്ട് അവർ കഴിച്ചിട്ടില്ല, പക്ഷെ മുഖ്യമന്ത്രി കഴിച്ചു എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ എന്ത് പരിപാടിയാണ്? ഇതിപ്പം രാഷ്ട്രീയ മുതലെടുപ്പിനുള്ള സമയമല്ല എന്നുള്ളത് മനസ്സിലാക്കുക. 2 മാസമായിട്ടുള്ളൂ, എന്നിട്ടും അവർ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ കൈകാര്യം ചെയ്യുന്നുണ്ട്. നിങ്ങൾ കുറ്റം പറഞ്ഞോളൂ, വീഴ്ചകളെ കുറ്റം പറയാം, പക്ഷെ ഒരു സമയം കൊടുക്കൂ. ജനങ്ങൾ ഈ മരണ വീട്ടിൽ കയറി കുത്തിത്തിരിപ്പുണ്ടാക്കുന്ന പരിപാടി ഭയങ്കര മോശമാണ്.